ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇഫ്താർ സ്പെഷ്യൽ കടലപ്പരിപ്പ് പോളയാണ്. പ്രത്യേകിച്ച് വലിയ എഫേർട്ടൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ബീറ്ററോ ഓവനോ ഒന്നും ഇല്ലാതെ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കടലപ്പരിപ്പ് കേക്കാണിത്. ഇതുണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നമുക്ക് ഒരു 3-4 മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഇതിനെ ഒരു പാത്രത്തിലെ വെള്ളത്തിലേക്ക് മാറ്റാം. ഒരു 4 മണിക്കൂർ അവിടെ ഇരുന്ന് സോക്കായിക്കോട്ടെ. ഇപ്പോൾ ഇതൊരു 4 മണിക്കൂർ കഴിഞ്ഞ് ഞാനിതൊന്ന് കഴുകി ഊറ്റിയെടുത്തതാണ്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഇതൊന്ന് നമുക്ക് ഒരു പ്രഷർ കുക്കറിനകത്തേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു പ്രഷർ കുക്കറാണ് ഉപയോഗിക്കുന്നത്. അതിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് വരും. അതുകൊണ്ടാണ് പ്രഷർ കുക്കർ ഉപയോഗിക്കുന്നത്. ഇതിലാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 4 വിസിൽ വരുന്നത് വരെ വേവിച്ചാൽ മതി. അധികം വല്ലാതെ അങ്ങ് വെന്തുടയണ്ട. ഇപ്പോൾ ഞാനിതിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഉണ്ടാവേണ്ടത്. അധികം ഉടഞ്ഞു പോവരുത്. അപ്പോൾ നമുക്ക് പോളയ്ക്ക് ഒരു വെള്ളത്തിൻ്റെ രുചി വരും. അപ്പോൾ ഇങ്ങനെ ഒന്ന് വേവിച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 6 എഗ്ഗാണ്. പിന്നെ ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടി വേണം. പിന്നെ ഞാനിവിടെ ചേർക്കുന്നത് ഒരു 8 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ കുറയ്ക്കാം കേട്ടോ. പിന്നെ 1/2 കപ്പ് പാല് വേണം. ഒരു നുള്ളു ഉപ്പും വേണം. അപ്പോൾ നമുക്ക് ഈ വേവിച്ച് വെച്ചിട്ടുള്ള കടലപ്പരിപ്പ് ഒരു മിക്സിയുടെ ജാറിലേക്കൊന്ന് മാറ്റാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഉപ്പ്, പഞ്ചസാര, ഏലക്കാപ്പൊടി ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പ്, അത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഏലക്ക പൊടിച്ച് വെച്ചതില്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഏലക്ക തന്നെ ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഒരു 8 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇതൊരു സാധാരണ മധുരം ഉണ്ടാവുക. എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഇനി 6 എഗ്ഗാണ് വേണ്ടത്. അതുകൂടെ ചേർത്ത് നമുക്കിതൊന്ന് നന്നായി ഒന്ന് അടിച്ചെടുക്കുക. ഈ കടലപ്പരിപ്പ് നല്ലതുപോലെ അരഞ്ഞ് വരണം. ശരിക്കും അങ്ങ് അരഞ്ഞ് ഫൈനായിട്ട് കിട്ടണം. ഇപ്പോൾ ഞാനിത് അവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ 1/2 കപ്പ് പാൽ കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. ഇപ്പോൾ ഞാനിത് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ കേക്കിനുള്ള ബാറ്റർ റെഡിയാണ്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ വലിയ തിക്കൊന്നായിട്ടുള്ള ബാറ്ററല്ല. സാധാരണ ഒരു വെള്ളം പോലെ ഇരിക്കുന്ന ഒരു ബാറ്ററാണ്. വളരെ കട്ടിയായിട്ടുള്ളതൊക്കെ ആണെങ്കിൽ പോളയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇത് റെഡിയാക്കാനായിട്ട് ഇപ്പോൾ ഇവിടെ ഒരു സോസ് പാനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് വേണോ ഓയിൽ വേണോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഞാനിപ്പോൾ നെയ്യാണ് ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് കാഷ്യൂം ബദാമും കൂടെ കട്ട് ചെയ്തതാണ് ഇത് ചേർത്തിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. അതുകൊണ്ടാണ് നേരത്തെ പറയാതിരുന്നത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഗോൾഡൻ ഫ്രൈ ആയിട്ട് വരുന്ന നേരം നമുക്കിതൊന്ന് ഇതിൽ നിന്ന് മാറ്റിയിട്ട് ഇതിനകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഈ നെയ്യിൽ നിന്ന് മാറ്റിയിട്ട് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മളെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. അതിന് മുൻപ് നമുക്ക് ഈ പാത്രത്തിന് അടിയിലായിട്ട് ഒരു തട്ടോ അതല്ലെങ്കിൽ ഒരു പാത്രം എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തപ്പോൾ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് പുകഞ്ഞു പോവില്ലേന്ന്. അപ്പോൾ പുകഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെക്കുന്ന പാത്രം ഒന്നുകിൽ നനവുള്ളതായിരിക്കും, അതല്ലെങ്കിൽ അതിൽ എണ്ണയുടെ അംശം ഉണ്ടായിരിക്കും. അത് രണ്ടും ഇല്ലാത്ത പാത്രം വേണം വെക്കാൻ. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു പാത്രം വെക്കുക. പഴയതായാലും അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വെക്കുക. അപ്പോൾ ഇനി നമുക്ക് ഈ ബാറ്റർ ഇതിൽ ഒഴിച്ച് ഇനി അടച്ച് വെച്ച് നമുക്കിതൊരു 25 മിനിറ്റാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തുറന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂ ഇതിനകത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് വേവിക്കാം. ഇപ്പോൾ നമ്മളെ പോള റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാനായിട്ട് അനുവദിക്കുക. തണുത്തതിന് ശേഷം നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. തണുത്ത് കഴിയുമ്പോൾ അതിൻ്റെ സൈഡിൽ നിന്നെല്ലാം വിട്ട് വരും. അപ്പം തണുത്ത് കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ഇത് ഈസി ആയിട്ട് ഡിമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതൊന്ന് മറിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം.
അപ്പോൾ നമ്മളെ ഈസി ആൻഡ് ടേസ്റ്റി കടലപ്പരിപ്പ് പോള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഫ്താറിന് പറ്റിയൊരു ഡിഷാണ്. ഇന്നലെ ഒരാൾ എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു ഡിഷുമായിട്ട് ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.